ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ഇന്നലെ ഹൈറിച്ചിൻ്റെ CEO ആയിരുന്ന ശ്രീനാ പ്രതാപനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കരുതിയിരിക്കുന്നത് ഇനി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഹൈറിച്ചിൻ്റെ കാര്യങ്ങൾ ഇനി അതിൻ്റെതായ കാര്യങ്ങൾ നടന്നു പോയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് മറ്റു വീഡിയോകൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ അറസ്റ്റ് നടന്നിട്ടില്ല എന്നും ഇത് കളവ് പറയുന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കൂട്ടക്കരച്ചിൽ. പിന്നെ ഒരു വിഭാഗം എന്നെ ചീത്ത വിളിക്കുന്നു, കളിയാക്കുന്നു. ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നത്? ഈ ഒരു സത്യം, പരമസത്യം, നടന്നു കഴിഞ്ഞ കാര്യം നടന്നിട്ടില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ GST കേസിൽ പ്രതാപനെ അറസ്റ്റ് ചെയ്ത കാര്യം ആദ്യം പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാ പ്രതാപനെ അറസ്റ്റ് ചെയ്ത കാര്യവും പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു നിമിത്തമാണ് തന്നെയാണ് പറയുന്നത്. ഞാനായിട്ട് വലിയ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നെ ആൾക്കാരെ വിളിച്ച് അറിയിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ഈ ഒരു സംഭവത്തെ, ഈ ഒരു നടന്നൊരു കാര്യത്തെ, സത്യത്തെ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്? ഇത് എന്താണ് ഇവർക്ക് നേടുന്നത്? അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും 3100 കോടി ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് അവരെ ഇത്രയും ദുരിതത്തിലാക്കിയ ഒരു കമ്പനി തന്നെയാണ് ഹൈറിച്ച് എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റോ ഒരു സേവനമോ നൽകാതെ അവർ നൽകുന്ന പണം 18 തട്ടുകളിൽ വീതിച്ചു കൊടുത്ത് ഇങ്ങനെ ആൾക്കാർ ആർത്തിമൂത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിലേക്ക് ലക്ഷങ്ങളും കോടികളും കൊണ്ടിട്ട് അത് ചില ആൾക്കാർക്ക് നല്ലവണ്ണം കൊടുത്ത് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് മാസം ഇത്ര കിട്ടുന്നുണ്ട്, ഞാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. ഇനി ലോൺ എടുത്തായാലും വീട് വിറ്റിട്ടായാലും എവിടെയുള്ള പണമായാലും ഹൈറിച്ചിൽ കൊണ്ടിടൂ, നിങ്ങൾക്കിതാ പോളിംഗും കിട്ടും, അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച ഒരു കമ്പനി തന്നെയാണ് ഹൈറിച്ച്. അപ്പോൾ ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പനിയുടെ CEO ആയിട്ട് ഞാൻ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവരെ ചീത്ത വിളിക്കുന്നു, ഒക്കെയാണ് അവരുടെ പരാതി എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ അവരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ വിട്ട് ഇവരെ വിമർശിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് പിന്നെയും എന്നെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള ആ ഒരു ഇത് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ഇന്നലെ രാത്രി 12:48 വരെ അവരുമായിട്ട് സംസാരത്തിലായിരുന്നു. അതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഇതൊന്നും അറിയാതെ ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച കുറേ ആൾക്കാരെ, പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക. കണ്ണൂർ മീറ്റിങ്ങിൽ ഒരു 1000-ലധികം ആൾക്കാർ, 2000 ആൾക്കാർ പങ്കെടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് 10,000 ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെട്ട ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ഒരുപാട് കോടിപതികൾ ഉണ്ടായ, പെയിൻറ് പണിക്കാരനും മുട്ട വിറ്റ് ജീവിക്കുന്നവനും ഒക്കെ 2 കോടിയുടെ അടക്കം കാറ് വാങ്ങിയ ഒരു ജില്ലയാണ്
ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1000-ഓ 2000-ഓ ഇനി 10,000 പേര് വന്നു കഴിഞ്ഞാലും അത് കുറവ് മാത്രമാണ്. അവിടെ ആ ഒരു ഹാളിൽ ആർക്കും ഒരു സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും സങ്കടത്തോടുകൂടി, ഒരു നിസ്സംഗതയോടുകൂടിയാണ് എല്ലാവരും അവിടെ ഇരുന്നത്. അവർ കരുതിയിരുന്നത് ഈ ഒരു മീറ്റിങ്ങിൽ വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കിട്ടില്ല എന്നുള്ള ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ പണം ലഭിക്കും എന്നുള്ള ആ ഒരു തെറ്റായ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരൊക്കെ ആ ഒരു ഹാളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സൊസൈറ്റി ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാരെ, അവർക്ക് ഇത്രയും ആൾക്കാർക്ക് പണം കിട്ടാനുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ, മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കിപ്പിക്കാൻ ഇതാ വെറും 80-85 ആൾക്കാർ FIR ഇട്ടവർ മാത്രമല്ല, ഇങ്ങനെ ആയിരങ്ങൾ പുറത്തുണ്ട്, ലക്ഷങ്ങളും കോടികളും ഇട്ട 5 പൈസയുടെ ഗതിയില്ലാത്ത ആൾക്കാർ പുറത്തുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നല്ലൊരു കാര്യം തന്നെയാണ് സൊസൈറ്റി ചെയ്യുന്നത്. സൊസൈറ്റി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണപ്പിരിവാണ്. രണ്ടാമത്തെ നല്ലൊരു കാര്യം, മോശം കാര്യം എന്ന് പറയുന്നത് പണപ്പിരിവാണ്. മോശം കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് തിരിച്ചടിയാവുമെന്നാണ് സൊസൈറ്റിക്കാരോട് പറയാനുള്ളത്. എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയ ആൾക്കാരുടെ നേതൃത്വത്തിൽ മഹാത്മാ മന്ദിരത്തിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇതിൻ്റെ വാടക മാത്രം പിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തിക്കൂടാ? കോടികളാണ് അവിടെ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഉണ്ടാക്കിയ കോടികൾക്ക് കയ്യും കണക്കുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരാണ് നിങ്ങളെ വീണ്ടും പറഞ്ഞു പറ്റിക്കുന്നത് കമ്പനി തിരിച്ചു വരുമെന്ന്.